ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഓണം ഫ്രോക്ക് തയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വെളിയിൽ നല്ല മഴയാണ്, അത് നല്ല രസമായിരിക്കും അപ്പോൾ മഴയത്തിരുന്ന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ചാച്ചൻ ഒരു പുതിയ മുണ്ട് തന്നിട്ടുണ്ട്, സിംഗിൾ മുണ്ടാണ്. അപ്പോൾ അതിൽ ചോട്ടോൻ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോ എന്നും പറഞ്ഞാണ് തന്നത്. ഇതാ വന്നിട്ടുണ്ട് ചോട്ടോ, അലമ്പ് സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അലമ്പിന് വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനത് ഈ മുണ്ട് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ മുണ്ടിൻ്റെ ഈ സിൽവർ പോർഷൻ, ഈ കരഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ സിംഗിൾ മുണ്ടിനെ 4ആയിട്ട് മടക്കി വെച്ചേക്കുവാണ്. കണ്ടില്ലത്, ഇതുപോലെ 4ആയിട്ട് മടക്കി വെച്ചു. അതിൽ നിന്ന് ഇനി സ്കേർട്ടിൻ്റെ പോർഷന് വേണ്ടിയിട്ട് ഒരു ഫ്രോക്കാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ യോക്ക് വരെ സ്കേർട്ട് വരും. അപ്പോൾ സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് 15 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. 15½ വേണം, പക്ഷേ ഇവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ 15, താഴെ മടക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ ഞാൻ 15 എടുക്കുന്നുള്ളൂ. അങ്ങനെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തു. ഇനി എനിക്ക് അടുത്തത് ആ മെറ്റീരിയലിൽ ഒരു യോക്ക് പോർഷന് കൂടി കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ചോട്ടോൻ്റെ അളവിലത്തേക്ക് നോക്കിയിട്ട് ഞാൻ എപ്പോഴും അളവ് എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അളവ് നോക്കി മാർക്കൊക്കെ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ഫ്രണ്ടും ബാക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് നെക്ക് ഇതാക്കുകയാണ്. അത് ഞാൻ 2½ ആണ് എടുത്തേക്കുന്നത്. ഇറക്കവും വീതിയും 2½ വെച്ച് തന്നെയാണ് ബാക്കും ഫ്രണ്ടും എടുത്തേക്കുന്നത്. പിന്നെ ബാക്കിൽ മാത്രം ഒരു ചെറിയ സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. അവിടെ ഞാനൊരു എന്തെങ്കിലും കെട്ടോ അങ്ങനെ എന്തെങ്കിലും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ കട്ടൊക്കെ ചെയ്ത് കണ്ടത് ഇതുപോലൊരു സ്ലിറ്റ് നമുക്ക് ബാക്കിലേക്ക് വരും. അപ്പോൾ ഇതുപോലെയാണ് യോക്ക് പോർഷൻ വരുന്നത്. ആദ്യമേ ഞാൻ വെട്ടി മാറ്റി വെച്ചിരുന്ന ആ കരയിൽ അതിനെ എടുത്ത് ഇങ്ങനെ മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോഴേ നമുക്കതിനെ ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഒരു നീറ്റ്നെസ് വരുള്ളൂ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ചെറിയ പീസും കൂടി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ എടുത്തേക്കുന്നത്. അതിനെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് എന്നും പറയുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ ലെങ്ത്ത് എടുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ താഴത്ത് ഞാൻ 2 ഇഞ്ചാണ് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ മേളിൽ ഞാൻ 5 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിന് അവിടെ ഞാനൊരു സ്ലാൻഡിങ് ലൈന് വരച്ചേക്കുവാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഐറ്റം ഞാൻ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിൽ വെക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തെല്ലാം പിടിപ്പിക്കാൻ പോകുന്നത്. കണ്ടോ, ഇങ്ങനെ വെച്ചതിന് ശേഷം അതുപോലെ പിന്നെ സ്കേർട്ടിൻ്റെ പോർഷൻ, നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷൻ ഞാൻ നല്ല ചെറിയ ചെറിയ പ്ലീറ്റ്സൊക്കെ ഇട്ടിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്കേർട്ടിൻ്റെ പോർഷനും നമ്മളിതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ഞാൻ വെട്ടി വെച്ചതിൻ്റെ മുണ്ടിൻ്റെ ആ കരയിൽ അതിനെ ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ ഒരു ഡിസൈനുമായി അതുപോലെ ബാക്കിൽ കെട്ടായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെയുണ്ട്? ചോട്ടോനും ഇഷ്ടമായെന്ന് തോന്നുന്നു. ചോട്ടോൻ്റെ ആ മുഖത്തെ ചിരിയൊക്കെ കാണുമ്പോൾ ചോട്ടോന് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ചോട്ടോന് ഉടുപ്പൊക്കെ തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പിന്നെയും കുറച്ച് മെറ്റീരിയൽ കൂടി ബാക്കിയിരിക്കുന്നു. അപ്പോൾ അതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് മീട്ട് കുട്ടിക്കും കൂടി ഒരെണ്ണം ചെയ്തെടുത്താലോ എന്നിങ്ങനെ വിചാരിക്കാം. അപ്പോൾ
അതിന് വേണ്ടിയിട്ട് മീറ്റൂസിൻ്റെ അളവൊക്കെ നോക്കി കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിലേക്കൊരു ഇത് ഫുൾ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. കാരണം കരയെല്ലാം വെട്ടിയെടുത്ത് ചോട്ടുവിൻ്റെ ഉടുപ്പിലേക്ക് പിടിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇനി ഈ മെറ്റീരിയൽ മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിന് പെയിൻറ്റിംഗ് ഒക്കെ കൊടുക്കാൻ, ഒരു പെയിൻറ്റിങ് ചെയ്യാൻ. അങ്ങനെ ഞാൻ ഒരു സൺഫ്ലവർ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെയും അതുപോലെ ഒരെണ്ണം താഴെയായിട്ടുമാണ് ഞാൻ വരച്ചേക്കുന്നത്. ഇനി അതിനെ പെയിൻറ്റ് ചെയ്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. അങ്ങനെ പെയിൻറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്തിയേക്കുവാണ്. ഇനി ബോർഡറൊക്കെ കൊടുത്ത് ഒന്ന് ഭംഗി വരുത്തിയെടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇനി മീട്ടുവിൻ്റെ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് പേഴ്സണലി ഈ ഡ്രസ്സാണ് ഇഷ്ടം. ഒരു സിംഗിൾ മുണ്ടിൽ നിന്ന് 2 ഫ്രോക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഈ 2 ഡിസൈനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.